2024 ജൂലൈ 1 തിങ്കൾ. ഇന്ന് 1199 മിഥുനം 17. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ബ്രാഗയിൽ ഇന്നു തെളിയും കോഴിക്കോട്. സാഹിത്യനഗര പദവി ഇന്ന് ഏറ്റുവാങ്ങും കോഴിക്കോടൻ സംഘം പോർച്ചുഗലിൽ. യുനെസ്കോയുടെ സർഗാത്മക നഗരങ്ങളുടെ തലസ്ഥാനമാകാനൊരുങ്ങി പോർച്ചുഗലിലെ ബ്രാഗ നഗരം. രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന കോഴിക്കോടും സംഗീത നഗര പദവി നേടിയ ഗൗളിയറും പദവികൾ ഏറ്റുവാങ്ങും. കോഴിക്കോടിനു വേണ്ടി ബഹുമതി ഏറ്റുവാങ്ങാൻ മേയർ ബീന ഫിലിപ്പ്, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി എന്നിവർ പോർച്ചുഗലിലെത്തി. ഇന്നു മുതൽ 5 വരെയാണ് ബ്രാഗയിൽ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് വാർഷിക സമ്മേളനം നടക്കുന്നത്. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് രൂപീകരിച്ച് 20 വർഷം തികയുന്നത് ഇത്തവണയാണ്. അടുത്ത ദശാബ്ദത്തിലേക്ക് യുവാക്കളെ മുൻനിരയിൽ കൊണ്ടുവരിക എന്ന ആശയവുമായാണ് ഈ വർഷം സമ്മേളനം നടക്കുന്നത്. സർഗാത്മക നഗര പദവി ലഭിക്കുന്ന നഗരങ്ങൾക്ക് അവരുടെ ചരിത്രവും സാംസ്കാരിക മുന്നേറ്റവും അതത് മേഖലകളിലെ പുതു അറിവുകളും അവതരിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനുമുള്ള അവസരമാണ് സമ്മേളനം ഒരുക്കുക. നിലവിൽ 350 നഗരങ്ങളാണ് പട്ടികയിലുള്ളത്. കോഴിക്കോടും ഗൗളിയറുമടക്കം 55 നഗരങ്ങളാണ് ഇത്തവണ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. സാഹിത്യം, സംഗീതം, നാടോടിക്കലകൾ, സിനിമ, ഡിസൈൻ, പാചകം തുടങ്ങിയ മേഖലകളിലാണ് പുതിയ നഗരങ്ങൾ ഉൾപ്പെട്ടിരിക്കുക. നീറ്റ് പരീക്ഷ ക്രമക്കേട്, ഗോദ്ര സ്കൂൾ ഉടമ അറസ്റ്റിൽ. ഗോദ്ര സ്കൂളിന് BJP ബന്ധമെന്ന് കോൺഗ്രസ്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ തിരിമറി നടത്തിയ കേസിൽ ഗുജറാത്തിലെ ഗോദ്രയിലെ ജയ് ജൽറാം സ്കൂളിൻ്റെ ഉടമ ദീക്ഷിത് പട്ടേലിനെ CBI സംഘം അറസ്റ്റ് ചെയ്തു. ഗോദ്രയിലെ കേസിൽ അറസ്റ്റിലാകുന്ന 6ാമത്തെ ആളാണ് ദീക്ഷിത്. ഗോദ്രയിലെ പർവതി ഗ്രാമത്തിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രമായ ജയ് ജൽറാം സ്കൂൾ പ്രിൻസിപ്പൽ പുരുഷോത്തം ശർമ്മ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജയ് ജൽറാം സ്കൂളിൽ പരീക്ഷ എഴുതിയ 30 വിദ്യാർത്ഥികൾ ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഉത്തരക്കടലാസിൽ തിരിമറി നടത്താൻ വിദ്യാർത്ഥികളിൽ നിന്ന് 10 ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നുവെന്നാണ് വിവരം. അതേസമയം ജയ് ജൽറാം സ്കൂളിന് BJP നേതാക്കളുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി. CBI അറസ്റ്റ് ചെയ്ത ദീക്ഷിത് പട്ടേലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാംഗവുമായ ശക്തി സിംഗ് ഗോഹിൽ ആരോപിച്ചു. നിയമപരിഷ്കാരം. പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ നിലവിൽ വന്നു. പരിശോധനകൾക്ക് റെക്കോർഡിംഗ്, ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം. കേരളത്തിൽ 360 ഡിഗ്രി മഹസർ. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ നടത്തും. ഇസാക്ഷി എന്ന മൊബൈൽ ആപ്പ് വഴി നടത്തുന്ന റെക്കോർഡിങ്ങിലെ ദൃശ്യങ്ങൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും എപ്പോൾ വേണമെങ്കിലും കാണാനാകും. ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യത്ത് നടപ്പായ പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ അനുസരിച്ചാണ് നടപടി. 7 വർഷത്തിനു മുകളിൽ ശിക്ഷ ലഭിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഫോറൻസിക് പരിശോധന നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ഉടനെ ഉണ്ടാകില്ല. ഫോറൻസിക് ലാബുകളും സംവിധാനവും മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടതിനാലാണ് സമയം നീട്ടി നൽകിയത്. രണ്ടാമതായി പരിഗണിച്ചിരുന്ന ഡിജിറ്റൽ രേഖകൾ പുതുക്കിയ നിയമത്തിലെ പ്രധാന തെളിവാകും. ഫോൺ നശിപ്പിക്കപ്പെട്ടാൽ ദൃശ്യങ്ങളുടെ പകർപ്പാണ് ഹാജരാക്കുന്നതെങ്കിൽ ഇനി അതും പ്രഥമ തെളിവായി പരിഗണിക്കും. പ്രധാനപ്പെട്ട കേസുകളിൽ മഹസർ രേഖപ്പെടുത്തുന്നത് ഇനി 360 ഡിഗ്രി ലേസർ ക്യാമറയിലായിരിക്കും. വെർച്വൽ റിയാലിറ്റി സാങ്കേതിക സംവിധാനമുള്ള 25 ലക്ഷം വില വരുന്ന 20 ക്യാമറകൾ വാങ്ങാൻ കേരള പോലീസ് കരാർ വിളിച്ചിട്ടുണ്ട്. ക്യാമറയിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം മുഴുവൻ പകർത്തുന്നതോടെ കേസ് പിന്നീട് മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കണമെങ്കിൽ വിശദമായ ദൃശ്യങ്ങൾ അവർക്കും നൽകാനാകും. കൊലപാതക കുറ്റം IPC 302 പകരം ഭാരതീയ ന്യായ സംഹിത BNS 103 ആകും. അശ്രദ്ധ മൂലമുള്ള മരണം IPC 304A പകരം ഇനി മുതൽ BNS 106 ആണ്. BNS മലയാളത്തിലേക്ക് മാറ്റുന്ന ആപ്പ് തയ്യാറാക്കുന്ന ജോലികൾ കേരള പോലീസും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പുതുനിയമം സംബന്ധിച്ച് പരിശീലനം പൂർത്തിയായി. കേരള പോലീസിൻ്റെ സോഫ്റ്റ്വെയറായ iCOPSലും മാറ്റം വരുത്തി. പോലീസ് ആസ്ഥാനത്തെ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. ഭൂമി തരംമാറ്റം ഇന്നു മുതൽ താലൂക്കുകളിലും തീർപ്പാകും. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനുള്ള താലൂക്ക് തല സംവിധാനത്തിന് ഇന്ന് തുടക്കമാകും. 71 ഡെപ്യൂട്ടി കലക്ടർമാർക്ക് ഇതിന് അധികാരവും ചുമതലയും നൽകിയിട്ടുണ്ട്. പുതിയ സംവിധാനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് 12-ന് തിരുവനന്തപുരം കലക്ട്രേറ്റിൽ മന്ത്രി K രാജൻ നിർവഹിക്കും. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. മന്ത്രി GR അനിൽ മുഖ്യാതിഥിയാകും.
ഫ്രഞ്ച് തിരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ്. ഫ്രഞ്ച് പാർലമെൻറ്റിലേക്കുള്ള ഇടക്കാല തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം 59% പോളിംഗ്. 2022 തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിലേക്കാൾ 20% കൂടുതലാണ് ഇത്. H1N1 ഡെങ്കിപ്പനി കുതിക്കുന്നു. സംസ്ഥാനത്ത് H1N1 ഡെങ്കിപ്പനി എന്നിവ കുതിച്ചുയർന്നു. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 11,000 കടന്നു. ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടിയതിലും നേരത്തെ പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ്. രോഗപ്രതിരോധത്തിനായുള്ള ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ ഇന്ന് ആരംഭിക്കും. 10 ദിവസത്തിനിടെ 1075 ഡെങ്കിപ്പനി കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. H1N1 217, എലിപ്പനി 127 എന്നിങ്ങനെയാണ് കണക്ക്. ഈ മാസം ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 തുടങ്ങിയവ ബാധിച്ച് 26 പേർ മരിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ ഡെങ്കിപ്പനി എണ്ണം 100-ന് മുകളിലാണ്. മെയ് മാസം സംസ്ഥാനത്താകെ സ്ഥിരീകരിച്ച ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണം 1150 ആണെങ്കിൽ ജൂൺ 28 വരെ 2013 പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത്. മെയ് മാസത്തേക്കാൾ 3.5 ഇരട്ടി H1N1 കേസുകളാണ് ജൂണിൽ റിപ്പോർട്ട് ചെയ്തത്. ഗാസയിൽ കൂടുതൽ പ്രദേശങ്ങൾ വളഞ്ഞ ഇസ്രായേൽ ടാങ്കുകൾ. തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെന്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി. ഇവിടങ്ങളിൽ ഷെല്ലാക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു. റഫയിലെ ഷിബുര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ 6 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ റഫയിലെ അൽ ഔദ പള്ളിക്ക് സൈന്യം തീയിട്ടു. 2 ദിവസത്തിനകം ഇന്ധനമെത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹമാസിൻ്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു. ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറില്ലെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു. ഷജയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു. കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി US നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ്. താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട്. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ 37,877 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 86,969 പേർക്ക് പരിക്കേറ്റു. അനുമതിയായി ഓട്ടോ സ്കൂട്ടറിന് റോഡിലിറങ്ങാം. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്തി. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂടിച്ചേർന്ന പുതിയ തരം വാഹന കാറ്റഗറിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയായി. ഇതിനായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്തി. L25 എന്ന പുതിയ വിഭാഗത്തിലാണ് ഇത്തരം വാഹനങ്ങളെ പരിഗണിക്കുക. ഒരേ വാഹനം സ്കൂട്ടറായും ഓട്ടോയായും ഉപയോഗിക്കുന്ന ആശയം ഹീറോ മോട്ടോ കോർപ്പിൻ്റെ കീഴിലുള്ള സർജ് എന്ന സ്റ്റാർട്ടപ്പ് ഈയിടെ അവതരിപ്പിച്ചിരുന്നു. ഈ വാഹനം ഇനി റോഡിലിറക്കാം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നാം തരം ഒരു ഇലക്ട്രിക് ഓട്ടോ, വൈകുന്നേരം അതിലൊരു സ്വിച്ച് ഞെക്കിയാൽ ഓട്ടോയിൽ നിന്നൊരു സ്കൂട്ടർ ഇറങ്ങി വരും. ഓട്ടോയുടെ ബാക്കി ഭാഗം ചാർജിങ്ങിന് കുത്തിയിട്ടിട്ട് സ്കൂട്ടർ ഓടിച്ചു പോകാം. സ്കൂട്ടറിനും പ്രത്യേകം ബാറ്ററി പാക്കുണ്ട്. തിരികെ വന്ന് സ്കൂട്ടർ കയറ്റി വെച്ച് സ്വിച്ച് ഞെക്കിയാൽ വീണ്ടും ഓട്ടോയായി. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ 3 മിനിറ്റ് മതിയാകും. പാസഞ്ചർ പിക്കപ്പ് അടക്കം 4 മോഡലുകളുണ്ട്. സ്കൂട്ടറിനും ഓട്ടോയ്ക്കും ഒരേ രജിസ്ട്രേഷൻ നമ്പറാണ് ഉണ്ടാവുക. സ്കൂട്ടറിന് 60 കിലോമീറ്ററാണ് പരമാവധി വേഗം. ഓട്ടോയായാണ് ഓടുന്നതെങ്കിൽ ഇത് 45 കിലോമീറ്ററാണ്. 2020 ഹീറോ ക്വാർക്ക് 1 എന്ന പേരിൽ ഈ കൺസെപ്റ്റ് പുറത്തിറക്കിയത്. വില പുറത്തുവിട്ടിട്ടില്ല. ശുഭദിനം. നന്ദി.